ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ അമ്മായിമാർ വരുന്നുണ്ട് വീട്ടിലേക്ക്. അതുപോലെ അച്ഛൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. കൺമണിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൃഷ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവളെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അങ്ങനെ തീരുമാനിക്കാമെന്ന് പറയുന്നു കേട്ടോ. അമ്മായിമാർക്ക് അപ്പോൾ സന്തോഷമായി. കൃഷ് നേരിട്ട് വന്നിട്ട് പെണ്ണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നടക്കാനായിട്ട് പോകാനുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ മനോജിനോടും ധനലക്ഷ്മിയോടും അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൺമണിയെ കൃഷ് പെണ്ണ് ചോദിച്ചു, അവനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അവളുടെ ജീവിതമല്ലേ മോനെ നമുക്ക് നല്ലതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഒരിക്കലും നടക്കില്ല അച്ഛാ, വരുണുമായിട്ടുള്ള കല്യാണം തിങ്കളാഴ്ച നടന്നിരിക്കുമെന്ന് മനോജ് പറയുന്നുണ്ട് കേട്ടോ. അല്ലാത്ത പക്ഷം ഒരു കാര്യം നടക്കില്ല എന്നും പറയുന്നു. പിറ്റേ ദിവസം തന്നെ കാണിക്കുന്നുണ്ട്, കൺമണി അമ്പലത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് വരുമ്പോഴത്തേനും വരുണ് കൺമണിയെ താലി കെട്ടാനായിട്ട് വരും, അതായത് മാല ഇടാനായിട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. കൺമണിയാണെങ്കിൽ തൊഴുത്ത് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്താനെ പോലെ ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിന് ഗണപതിയുടെ, അതായത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വരുൺ വന്നിട്ട് വേഗം ആ ചടങ്ങ് നടത്താനായിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് കൺമണിയുടെ കഴുത്തിൽ ആ ഒരു വരണമാല്യം ചാർത്ത കേട്ടോ ചെയ്യുന്നത്, ചാർത്താനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് തന്നെ കൃഷ് വരുന്നുണ്ട് കേട്ടോ. കൃഷ് അവിടെ വരുമെന്ന പ്രതീക്ഷയിലാണ് കൺമണി അവിടെ നിന്നത്. അതിനുശേഷം തന്നെ ആ മാല പിടിച്ച് വാങ്ങുന്നുണ്ട്. നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ ഇവളെ താലി കെട്ടിയതാണ്, എൻ്റെ ഭാര്യയാണ്, ഇനി ഈ മാലയുടെ ചടങ്ങ് കൂടിയുള്ളൂ ഞങ്ങൾക്ക് ബാക്കി, ഒരിക്കലും നിന്നെക്കൊണ്ട് ഞാനത് ചെയ്യിക്കില്ല, എൻ്റെ പെണ്ണ് ഞാൻ തന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ട് കൃഷ് അവിടെ കൺമണിയുടെ കഴുത്തിൽ മാല ചാർത്തുന്നു. അങ്ങനെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കുന്നു കല്യാണത്തിൻ്റെ. അങ്ങനെ കൺമണി അത് കൃഷും ഒന്നായിരിക്കുകയാണ്, ശരിക്കും ഭാര്യ ഭർത്താവന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം തന്നെ വരുണ് ദേഷ്യത്തോടു കൂടി നിൽക്കുന്നതായിട്ടോ പ്രമോ വിശേഷം കാണിക്കുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.